അപ്പൊ എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. നമ്മള് ആത്മയാത്ര എന്നുള്ള ഒരു യാത്ര, നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. ആ യാത്രയിലുള്ള വിവിധ ഘട്ടങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ നമുക്ക് നേടേണ്ടത് നേടാം. ശരീരം പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? നമ്മുടെ ഉപാധി നമുക്ക് ഇല്ലാതായി കഴിഞ്ഞാല് ആ ഒരു ഉപാധേയം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ ഇനിയിപ്പോ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷയമാണിത്. വിഷയാംസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹുർ മനീഷിണഃ യസ്തു വിജ്ഞാനവാൻ ഭവതി സ മനസ് സദാശുചിഹി. ഇതറിയുന്ന ഒരാളിന്റെ മനസ്സ് എപ്പോഴും ശുദ്ധമായിട്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സത്യം അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ മനസ്സിന് പല പല ചഞ്ചലതകൾ വരുന്നത്. അപ്പൊ അത് നമ്മൾ ഇന്നലെ നോക്കി തുടക്കത്തില്. അപ്പൊ നമുക്കെല്ലാം ടിക്കറ്റ് കിട്ടി ഈ ഭൂമിയിൽ വന്നവരാണെന്ന് നമ്മൾ കണ്ടു, അല്ലേ? അപ്പോ എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടതെന്നും ഇദ്ദേഹം നമുക്ക് പറഞ്ഞു. ഭഗവത്ഗീത അല്ല, കഠോപനിഷത്ത്, ഒരുപാട് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നു. എന്താണ്? എ കെയർഫുൾ പേഴ്സൺ, അലേർട്ട്ഫുൾ പേഴ്സൺ. നമ്മൾ ഏത് തരത്തിലുള്ള വ്യക്തിത്വമായിരിക്കണം? കെയർഫുൾ, വളരെ നന്നായിട്ട്. ചുമ്മാ ഒരു കെയർലെസ് ആയിട്ടുള്ള ജീവിതം നമുക്ക് ഒരിടത്തും എത്തൂല. അപ്പോ കെയർഫുൾ ആയിരിക്കണം, ശ്രദ്ധിച്ച് ജീവിക്കണം. അതിനെന്താ പറയുന്നത്? ജാഗ്രവാൻ, ആത്മവാൻ, അല്ലെ? എന്താ അങ്ങനെ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാല്, തന്റെ മനസ്സ്, ബുദ്ധി, ശരീരം, ഈ മൂന്നിനെയും നിയന്ത്രണത്തിൽ വച്ചിരിക്കുക. അതിനെയാണ് നമ്മൾ ബോഡി മൈൻഡ് ഇന്റലക്ട് കോംപ്ലക്സ് എന്ന് പറയുന്നത്, BMI. അപ്പൊ ഈ BMI നമ്മുടെ കൺട്രോളിൽ ഇരിക്കണം. അപ്പൊ ആ കോംപ്ലക്സിനെ അറിഞ്ഞിട്ട് വേണം, അതെന്താണ്, അതാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് നിയന്ത്രിച്ച് ജീവിക്കണം. ഈ കുതിരകളെ നല്ല വഴികളിലൂടെ സഞ്ചരിച്ച് ബുദ്ധിയാകുന്ന സാരഥി ഇതിൽ സഞ്ചരിക്കുന്ന ജീവനെ, ആ ജീവനാകുന്ന യാത്രക്കാരനെ ആ ഒരു പരമാത്മ പദത്തില് എത്തിക്കുന്നുള്ളതിന് ഉറപ്പാണ്. അത് എത്തിക്കാതിരിക്കാൻ കാരണം ഈ 5 കുതിരകളും അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന മനസ്സും അതിനെ നിയന്ത്രിക്കുന്ന ആളിന് അത് എങ്ങോട്ടേക്കാണ് നമ്മൾ ഭഗവാന്റെ കയ്യിൽ കൊടുത്തില്ല. അപ്പൊ ഇതിനകത്തൊരു നല്ല സംശയം തോന്നാം. നമ്മുടെ ആ കുതിരകളുടെ പടത്തില് ആ ഒരു സംശയം എന്താണ്? നമ്മുടെ 5 ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകള്, ശരീരമാകുന്ന രഥം, അതിൽ സാരഥി, വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ സ്ഥലത്താണ് ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത്, ഭഗവാൻ ഇരിക്കുന്നത്. അതിനകത്തിരിക്കുന്ന ആത്മാവാണ്, രഥത്തിലിരിക്കുന്ന ആത്മാവിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ സാരഥിയാണെങ്കിൽ ഭഗവാൻ പരമാത്മാവല്ലേ എന്നൊരു ചോദ്യം നമുക്ക് വരാം. ഇത് നമ്മൾ കേട്ട് വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. കാരണം ഭഗവാനെ ബുദ്ധിയുടെ സ്ഥാനത്ത് വെക്കുക എന്ന് പറഞ്ഞ അർത്ഥം, അദ്ദേഹം നമ്മുടെ ജീവൻ, നമ്മളെ പരമാത്മാവിന്റെ ഭാഗമാണ് ഓരോ ജീവനും, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എന്താണ് നമുക്കിതിൽ സൂചിപ്പിക്കുന്നത്? നമ്മുടെ ബുദ്ധി, എന്താ പറയാ, മനസ്സ് പല വഴിക്ക് പോണു. അപ്പൊ ബുദ്ധിയും നിയന്ത്രണമില്ലാതെ പോയി കഴിഞ്ഞാൽ ഈ കുതിരകളെ എത്തിക്കാൻ പറ്റൂല. അപ്പൊ അത് ബുദ്ധി ഭഗവാൻ എന്നല്ല അതിന്റെ അർത്ഥം. അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബുദ്ധി ഭഗവാന്റെ കയ്യിൽ കൊടുക്കണം. എന്താണ് ലളിതാ സഹസ്രനാമത്തില് അമ്മയുടെ കയ്യിൽ 5 പുഷ്പബാണങ്ങളും ആ ഒരു കരിമ്പ് വില്ലും വെച്ചിട്ടിരിക്കുന്നത്? അമ്മയുടെ കയ്യിൽ കരിമ്പ് വില്ല് എന്താണ്? മനസ്സാണ്, അല്ലെ? ആ മനസ്സിലൂടെ 5 എന്താ പറയാ, അമ്പുകള്, ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന 5 അമ്പുകള് പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നു. ഇല്ല, അതെന്താ അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ കാരണം? അമ്മ ഇതെല്ലാം നിയന്ത്രിച്ച്, ഇത് അതിക്രമിച്ച ഒരു വ്യക്തിയാണ്. നമ്മുടെ ആ ഒരു മനസ്സെന്ന് പറയുന്ന ആ മൈൻഡ് കോംപ്ലക്സില്, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരത്തില്, അത് 4ഉം കൂടെ ചേർന്നതില് ഏറ്റവും നമ്മുടെ കയ്യിലുള്ള 2 മനസ്സും ബുദ്ധി, അല്ലെ? ചിത്തവും അഹങ്കാരവും നമ്മുടെ കയ്യിലുള്ളതല്ല, വരുമ്പോഴേ കൊണ്ടുവരുന്നതാണ്. അപ്പൊ നമ്മുടെ തീരുമാനങ്ങൾ ആർക്ക് കൊടുക്കണം? ഈശ്വരന് കൊടുക്കണം. അല്ലാതെ ഈശ്വരൻ സാരഥിയായിട്ടിരിക്കുന്നു എന്നല്ല. സാരഥിയായിട്ടിരിക്കുന്നത് ഈ ബുദ്ധിയാണ്. ആ ബുദ്ധി ഈശ്വരന്റെ സ്ഥാനത്ത് നമ്മൾ കാണണം. അമ്മയുടെ കയ്യിൽ പഞ്ചബാണങ്ങളും മനസ്സാകുന്ന കോദണ്ഡവും കൊടുത്താൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റും. കാമദേവനെ ശിവൻ എരിച്ചു കളഞ്ഞപ്പോ കാമദേവൻ എന്താ ചെയ്തത്? കാമദേവൻ ദേവകളുടെ ആവശ്യപ്രകാരമാണ് വന്ന് ശിവനെ തപസ്സിൽ നിന്ന് ഉണർത്തിയതില്ലേ? ദേവകാര്യത്തിനാണ്. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? അമ്മ ഇത് വച്ചേക്കൂ, ഞാൻ പോയി എന്റെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പഞ്ചബാണങ്ങളും എല്ലാം അമ്മയെ ഏൽപ്പിച്ചു എന്നാണ് കഥ. എന്നിട്ട് ബാണങ്ങൾ എയ്തു. ശിവൻ കണ്ണു തുറന്നപ്പോ 3-ാം തൃക്കണ്ണ്, കാമനെ, തന്റെ കാമത്തെ ഉണർത്തിയ ആളിനെ അദ്ദേഹം ഇല്ലാതാക്കി കളഞ്ഞു, ചുട്ട് ചാമ്പലാക്കി കളഞ്ഞു. അപ്പൊ ഇത് ആരുടെ കൊടുത്തിട്ടാ പോയത്? അതേ 5 പുഷ്പബാണങ്ങളാണ്. സമ്മോഹനം തുടങ്ങിയിട്ടുള്ള മാമ്പൂവ്, ആ ഒരു നീലാമ്പല്, ഇതെല്ലാം ഈ 5 പൂക്കൾ അമ്മയുടെ കയ്യിലാണ് ഇപ്പൊ ഇരിക്കുന്നത്.
അപ്പൊ കാമനെ നിയന്ത്രിച്ചവൻ, കാമദേവനെ നിയന്ത്രിച്ച ഒരു ആൾക്ക് മാത്രമേ അമ്മയുടെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. അല്ലെ? നമുക്ക് ആ ഒരു ശൃംഗാര പരിഖ എന്ന് പറഞ്ഞ് 24-25 ഫോർട്ടുകൾ ഉള്ളതില് ശൃംഗാര പരിഖ കടന്നിട്ടാണ് നമ്മൾ മഹാപത്മാടവിയിലേക്ക് പ്രവേശിക്കുക. ആ ശൃംഗാര പരിഖ എന്ന് പറയുന്ന ആരുടെയാ? ഈ ഒരു കാമദേവന്റെ, മദനനും കാമദേവനും രതീദേവിയുമുള്ള ഫോർട്ടിനെയാണ്. അപ്പൊ അവിടെ കാമങ്ങള്, ആഗ്രഹങ്ങൾ ഇല്ലാതായി തീരുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് ദേവിയുടെ എത്രയോ യോജന വെളിയിലാണ് ഈ മഹാപത്മാടവി. അതിനുശേഷം എത്ര യാത്ര ചെയ്തിട്ടാ ചിന്താമണി ഗൃഹത്തിൽ എത്തുന്നത്. അപ്പൊ അവിടെ പോലും എത്തണമെങ്കിൽ ഈ കാമദേവനെ ജയിക്കണം എന്നാണ് അർത്ഥം. അപ്പോ നമ്മുടെ ബുദ്ധി കറക്റ്റായിട്ട് നമുക്ക് മനസ്സ് എന്തെങ്കിലുമൊക്കെ ചഞ്ചലമായി ആയാൽ പോലും നമ്മുടെ ബുദ്ധി നമ്മളെ കറക്റ്റ് വഴിക്ക് നയിക്കണം. അതിന് ഈ 5 കുതിരകളെ തെളിക്കുന്ന ആ ഒരു പ്രഗ്രഹം, അതായത് ആ ഒരു കയറ്, ആ ഒരു നൂല് ആരുടെ കൊടുക്കണം? ബുദ്ധിയായിട്ടിരിക്കുന്ന ഭഗവാന്റെ കൊടുക്കണം. അപ്പൊ പരബ്രഹ്മ തത്വം സാരഥിയായിട്ട് വന്നു എന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ പരബ്രഹ്മത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഒരു തുള്ളിയായിട്ടിരിക്കുന്ന ഓരോ ജീവനുകളാണ്. ആ ജീവനാണ് അർജുനന്റെ സ്ഥാനത്ത് തേരിലിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കുതിരകളെ നയിക്കുന്നത് ഭഗവാന്റെ കൃപയായിരിക്കണം. ഭഗവാൻ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കുമ്പോ ഈശ്വര അനുഗ്രഹം വേണം എന്നർത്ഥം. അപ്പോ അതുകൊണ്ടാണ് ഈ ബോഡി മൈൻഡ് ഇന്റലക്ട് എന്ന് ഇത്രയും, ആ കോംപ്ലക്സിന് ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ കുതിരകളെ എന്ത് വേണം? നല്ല വഴിയിലൂടെ സഞ്ചരിച്ച് ബുദ്ധിയാകുന്ന സാരഥിയെ, ഇതിൽ സഞ്ചരിക്കുന്ന ജീവനാകുന്ന യാത്രക്കാരനെ പരമാത്മ പദത്തിൽ എത്തിക്കണം. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ നമുക്ക് പരബ്രഹ്മത്തെ കാണാൻ പറ്റില്ല, അല്ലെ? അതിന്റെ ഒരു ചെറിയ അംശമാണ്. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ പഠിച്ച് വരുമ്പോൾ മനസ്സിലാകും ആരാണ് പരബ്രഹ്മം, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത്. എല്ലാം സാധാരണ അത്രയും ശ്രദ്ധയോടെ ഇരുന്ന ഉറപ്പാണ് നമുക്ക് മനസ്സിലാവുന്നുള്ളത്. അപ്പൊ ഈ പരമാത്മ പദത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബുദ്ധി. അപ്പൊ അവിടെ ഈശ്വരന്റെ അനുഗ്രഹം വേണമെന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ അതേസമയം കുരുക്ഷേത്ര യുദ്ധത്തില് ഭഗവാൻ സാരഥിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. ശ്രീകൃഷ്ണൻ അത് എന്താ പറയാ, ആ ഒരു ദശാവതാരത്തിൽ ഒരു അവതാരമാണ്. കൃഷ്ണൻ ജീവിച്ചിരുന്നുവെന്നും മധുരയില് അല്ലെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഭാഗവതം പറയണം. അപ്പൊ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ അതിന് അതിന് അർത്ഥം കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ ശരീരത്തിന് എന്ത് വേണം? ശരീരത്തിന് മിത ആഹാരം കൊടുക്കണം, വ്യായാമം കൊടുത്ത് അതിനെ ആരോഗ്യമായിട്ട് വെക്കണം, അല്ലെ? ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ സാധിക്കുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആത്മീയ സാധനകൾ ചെയ്ത് ജ്ഞാനമുണ്ടാക്കി ഈ നശിച്ചു പോകുന്ന മാംസപിണ്ഡമായ ശരീരത്തെ, അങ്ങനെയുള്ള ശരീരമാകുന്ന ഉപാധിയെ ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിച്ച് ധർമ്മശാസ്ത്രം എന്താണോ പറയുന്നത് അതിൻപടി ജീവിക്കാൻ അനുവദിച്ച് നമ്മുടെ കൺട്രോളിൽ വെച്ച്, എങ്ങനെയാ കൺട്രോളിൽ വെക്കുക എന്ന് പറയുന്നത്? യമനിയമാദികള്, അല്ലെ? യമനിയമാദികളെല്ലാം ഇപ്പൊ അനുഷ്ഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ 5 ഇന്ദ്രിയങ്ങൾ, ഈ 5 കുതിരകളാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അത് ആമയെ പോലെ, അല്ലെ? എങ്ങനെയാ ആമയെ പോലെ? കൊടിമരത്തിന്റെ കീഴെ എല്ലാ ക്ഷേത്രത്തിലും കൊടിമരത്തിന് താഴെ ആമയെ വെക്കാൻ കാരണം എന്താ? അത് അതിന്റെ 5 ഇന്ദ്രിയങ്ങളും ഒരു ആപത്ത് വരുന്നു എന്ന് കാണുമ്പോൾ ഉള്ളിലേക്ക് വലിക്കുന്നു. അതിന്റെ പുറത്താണ് നട്ടല്ലാകുന്ന ആ ഒരു കൊടിമരം വച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നട്ടെല്ലില്, ആ നട്ടെല്ലിൽ കൂടെ നമ്മുടെ സുഷുമ്നാ നാഡിയിൽ കൂടെ ആ സൂര്യചന്ദ്ര ഇടാപിംഗള നാഡിയെ അതിൽ കൂടെ പോയിരിക്കുന്ന ശ്വാസം നേരെ സുഷുമ്നയെ കൂടെ സഹസ്രാര പത്മത്തിൽ എത്തി നമ്മുടെ കുണ്ടലിനി ശക്തിയാകുന്ന അമ്മയെ പരമപദമായിരിക്കുന്ന കൈലാസത്തിലെ ശിവന്റെ അടുത്ത് എത്തിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഇന്ദ്രിയങ്ങൾ തടസ്സമായിട്ട് ഇരിക്കരുത്. അപ്പൊ ആമ എന്ന് പറയുമ്പം ആമ ഒരുപാട് കാര്യത്തിന് പ്രതീകങ്ങളാണ്, അല്ലെ? ഇപ്പൊ കൂർമ്മപൃഷ്ടു ജയിഷ്ണു പ്രപദാന്വിത. അപ്പൊ അമ്മയ്ക്ക് എത്ര ഈ ആമയുടെ ഇത് വെച്ചിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അവിടെയും എന്താണ്? യമനിയമാദികൾ ഇനി അറിഞ്ഞുകൂടെങ്കിൽ പോലും ആമയെ പോലെ ആപത്തെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് വെളിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിനെ ഉൾവലിയണം. വിവേകം എന്ന കവചം, ആമയുടെ തോട് എങ്ങനെ എടുത്തിട്ടാലും, ഇപ്പൊ ഏതെങ്കിലും ഒരു മൃഗങ്ങളെ കഴിക്കാൻ വന്നാലും നമ്മൾ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെ? മറ്റേ പുലിയൊക്കെ വന്ന് അതിനെ ഇട്ട് തട്ടുന്നത്. പക്ഷെ ഒരു കുഴപ്പവും പറ്റില്ല. നല്ല സേഫ് ആയിട്ട് ഒരു കവചമാണ് ആമയുടെ പുറന്തോട്. അതിനകത്ത് അത് സേഫ് ആയിട്ടിരിക്കും. എത്ര സമയം കഴിഞ്ഞ് എല്ലാ ആപത്തും ചുറ്റിലും ഇല്ലാന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് തല പോലും പുറത്തേക്കിടുള്ളൂ. അപ്പൊ വിവേകമാകുന്ന കവചമാണ് ആമ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ആ വിവേകമാവുന്ന കവചത്തില് നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങളെ തന്നെ ഉള്ളിലേക്ക് എടുത്തിട്ട് വളരെ സേഫ് ആയിട്ട് അതിനുള്ളിൽ ഇരുന്നോളണം. ഇനിയിപ്പൊ യമനിയമാദികളും പതഞ്ജലി മഹർഷി പറഞ്ഞതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ ഇന്ദ്രിയങ്ങളാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് എന്ത് വേണം? അതിന്റെ ആ ചരട് ഭഗവാനായിരിക്കുന്ന ബുദ്ധി, നമ്മുടെ ഈ തേരോട്ടിയായിട്ടിരിക്കുന്ന ആ ബുദ്ധിയുടെ കയ്യിൽ കൊടുക്കണം. അതിന്റെ അർത്ഥം എന്താണ്? മനസ്സില് സദാ ഈശ്വര ധ്യാനം ചെയ്യണം എന്നർത്ഥം. എന്താണ് നമ്മൾ സദാ ഈശ്വര ധ്യാനം ചെയ്യുന്നതിന് പറയുന്നത്?
അതിന്റെ പേരാണ് ശമം. അപ്പൊ ഈ ശമം എന്ന് പറഞ്ഞാൽ എന്താ? സദാ എല്ലാ കാര്യങ്ങളും ഭഗവാനെ ഭഗവാനെ നമസ്കരിച്ച് ഇത് ഭഗവാന്റെ കരുണയാണ്, ഈശ്വര ഞാനിത് തുടങ്ങണു ഇല്ലേ, നേരം വെളുക്കുമ്പോ ഭഗവാന്റെ പാദങ്ങൾ കണ്ട് നമസ്കരിച്ച് ആ 24 മണിക്കൂറും ഇല്ലേ, ആ 24/7 എല്ലാ സമയവും നമുക്ക് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഒന്ന് തിട്ടപ്പെടുത്തുക. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ ഇല്ലേ, ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പൂജാമുറി കയറുമ്പോൾ മാത്രമല്ല ഈശ്വരനെ ഓർക്കേണ്ടത്. അപ്പോ ആ മനസ്സിനെ നമുക്ക് ആ ഇതിനെയാണ് നമ്മൾ സഗുണ ബ്രഹ്മ ഉപാസന എന്ന് പറയുന്നത്. നമ്മുടെ ഇഷ്ടദേവതയെ നമ്മൾ എപ്പോഴും കാണുക. അപ്പൊ നമുക്ക് വെറും ഒരു വെളിച്ചത്തിനെ, നിർഗുണ ബ്രഹ്മത്തിനെ കാണാൻ ആർക്കും പറ്റില്ല. തുടക്കത്തിൽ എന്നല്ല, എന്താ പറയാ, ഈവൻ ശ്രീരാമകൃഷ്ണ പരമഹംസര് പോലും കാളിയുടെ ആ രൂപത്തെയാണ് ഭജിച്ചുകൊണ്ടിരുന്നത് ആദ്യം. അപ്പൊ കാളി എന്ത് ചെയ്തു? അദ്ദേഹത്തെ അതിൽ നിന്ന് ആ ഒരു കുപ്പിച്ചില്ല് കൊണ്ട് തന്റെ ആജ്ഞാചക്രം മുറിഞ്ഞു കഴിഞ്ഞപ്പോ കാളി എന്ന് പറയുന്ന രൂപത്തെ, മനസ്സില്ലാതായി, മനസ്സിനെ അതിക്രമിക്കാൻ പറ്റി. നമുക്ക് അതുകൊണ്ട് മനസ്സിൽ ആ ഇഷ്ടദേവത, അതും ലളിതാ ത്രിപുര സുന്ദരി ഇഷ്ടദേവത എന്ന് പറഞ്ഞ ആരാ? അത് നമുക്ക് ഇനി നോക്കാം. കാരണം അമ്മയുടെ ആ രൂപം, ആ പ്രപഞ്ച രൂപത്തിലിരിക്കണ പഞ്ചബ്രഹ്മാസന സ്ഥിത, അത് തന്നെ അമ്മയുടെ സൃഷ്ട പ്രപഞ്ചത്തെ കാണിക്കണം. അതിന്റെ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ശ്രീവിദ്യ ഉപാസകന് ഈ രൂപധ്യാനം തന്നെയാണ് ഏറ്റവും ആവശ്യം. കാരണം നമുക്ക് രാവിലെ തൊട്ട് രാത്രി വരെ ശരീരമാകുന്ന ഉപാധി കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തില് പ്രവർത്തിക്കുന്നത്. നമ്മൾ ത്രിഗുണങ്ങൾക്ക് അടിമകളാണ്. സത്വഗുണത്തിലല്ല ഇരിക്കുന്നത്, രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഇരിക്കുന്ന നമുക്ക് ഈ പഞ്ചബ്രഹ്മത്തിന്റെ മേളിൽ ഇരിക്കുന്ന അമ്മ തന്നെ വേണം. അമ്മ ഇപ്പോ പരയായിക്കോട്ടെ ഇല്ലേ, അമ്മയുടെ നിഷ്കള, പക്ഷെ അമ്മയ്ക്ക് ബാക്കി രൂപങ്ങളില്ലേ? ആ ഒരു ബ്രഹ്മ, വിഷ്ണു, രുദ്ര, ഈശ്വര, സദാശിവ, ഇവരുടെയൊക്കെ ശക്തിമാരുണ്ട് അവിടെ. ഇപ്പൊ നമ്മൾ ആ രൂപം കാണുമ്പോ തന്നെ ഈ പറയുന്ന ഷടാധാരങ്ങളില് ഇവരെ നമ്മൾ കാണുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ലളിതാ ത്രിപുര സുന്ദരി വേറെ ഏത് ദേവതാ ധ്യാനവും ഇങ്ങനെയല്ല. ഇതേ ധ്യാനം അമ്മയെ നമുക്ക് കാണുമ്പോൾ പഞ്ചദശാക്ഷരി മന്ത്രമാണത്, മന്ത്രസ്വരൂപമാണ് അമ്മ അങ്ങനെ ഇരിക്കുന്നത്. അമ്മയുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ നമ്മളെ രക്ഷിക്കാനാണ്. അതുകൊണ്ട് സഗുണധ്യാനം ഇവിടെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതങ്ങനെ ചെയ്യുന്നോണ്ട് തെറ്റില്ല, അതങ്ങനെ ചെയ്യണം. കാരണം എന്നാലേ നമുക്ക് നിർഗുണ ധ്യാനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോ ആ ഒരു സഗുണ ബ്രഹ്മധ്യാനം കൊണ്ട് മനസ്സിനെ ഒന്നിൽ നിർത്താൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ ശമം. സദാ നമ്മൾ എപ്പോഴും മനസ്സിന്റെ ഉള്ളില് ഒരു ചെറിയ പൂജാമുറി ഉണ്ട്, നമുക്ക് ഒരു ദഹരാകാശമുണ്ട് ഇല്ലേ, അതിന്റെ വാതിലുകൾ നമ്മുടെ മനസ്സാണ്. അപ്പൊ ആ മനസ്സ് വാതിലുകൾ കൊട്ടി അടച്ച് രാവിലെ തുറക്കാനല്ല, രാവിലെ എപ്പോഴും തുറന്നിരിക്കുന്ന ആ വാതില് അമ്മ നമുക്ക് വേണ്ടി വാതില് തുറന്നിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ മനസ്സാണ് വെളിയിൽ പലയിടത്തും പോയി സഞ്ചരിച്ചിട്ട് അഴുക്ക് പിടിച്ച കാലുകളായിട്ട് വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് വേണം? ആ മനസ്സിന്റെ വാതിലുകൾ സദാ തുറന്നിട്ട് നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ വാത്സല്യത്തോടെ ഇരിക്കണം. അമ്മയെ ആ പഞ്ചബ്രഹ്മ മഞ്ചത്തിൽ കണ്ട് നമസ്കരിച്ച്, അമ്മ ഞാനുണ്ട്, അമ്മയുടെ കൂടെ, എന്റെ മനസ്സ് എപ്പോഴും അമ്മയുടെ കൂടെ ഇരിക്കും. പക്ഷെ എനിക്ക് എന്ത് വേണം? ഞാൻ ബാഹ്യമായിട്ടുള്ള എന്റെ കർമ്മങ്ങൾ ചെയ്യാണ്, അമ്മ എന്റെ കൂടെ ഉണ്ടാവണേ. എത്ര മനോഹരമായിരിക്കണ പ്രാർത്ഥന അല്ലെ. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വം ഏകാ ഭവാനി എന്ന് പറഞ്ഞ പോലെ എന്റെ ഗതി അമ്മയാണ് എന്ന് പറയുമ്പോ, പൂർണ്ണമായിട്ട് ഇത് ചെയ്ത് വരുമ്പോ ആ മനസ്സിന്റെ സ്ഥലത്ത് നമ്മൾ അറിയാതെ നമ്മളിങ്ങനെ തൊടുമ്പോ തന്നെ അമ്മയുടെ ഒരു ഫീല് നമുക്കുണ്ടാവും. ഭക്ഷണം കൊടുക്കുമ്പോ അറിയാതെ അമ്മയെ നമ്മൾ സ്മരിക്കും. ഇത് തന്നെയാണ് സാധന എന്ന് പറയുന്നത്. ആ 24 മണിക്കൂറും അമ്മയെക്കുറിച്ചുള്ള സ്മരണ തന്നെയാണ് നിത്യ സാധന. ഇതിനെയാണ് നമ്മൾ ശമം. അപ്പൊ അങ്ങനെ എന്താ വേണ്ടത്? ആ ബുദ്ധിയെ നമ്മൾ വിവേകത്തെ കൊടുത്ത്, ധർമ്മശാസ്ത്ര ജ്ഞാനം കൊടുത്ത് നിയന്ത്രിച്ച് നല്ല ഒരു ജീവിതം ജീവിച്ച്, ഈ പറയുന്നതെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു കാറിന്റെ പല പല പാർട്സ് പ്രത്യേകം നിന്ന കാർ ഓടുവോ? ചിന്തിച്ചു നോക്കൂ. ഒരു കാറിന്റെ വീല് ഇല്ല, ആക്സിലറേറ്റർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ്, ബ്രേക്ക് എല്ലാം ശരിയായിരുന്നെങ്കിൽ മാത്രമേ ആ കാറ് എവിടെയാണോ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഡ്രൈവർക്ക് ഓടിച്ച് അവിടെ എത്താൻ പറ്റൂ. ഇല്ലെങ്കിൽ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി കിടക്കും. പെട്രോൾ തീർന്നാൽ പോലും ബ്രേക്ക് ഡൗൺ ആവും. പെട്രോൾ എപ്പോഴാണ് തീരുന്നത്? നമ്മുടെ ആയുസ് തീരുമ്പോ ഇല്ലേ. പെട്രോൾ കഴിയുമ്പോഴത്തേക്ക് ഈ ശരീരം ഇവിടെ വീണ് പോകും, കാർ ഓടിക്കാൻ പറ്റില്ല, ഡ്രൈവർ ഇതിനകത്തുനിന്ന് പുറത്തു പോകും. അപ്പൊ ഈ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന അതിനകത്തിരിക്കുന്ന ഉപാധികൾക്കൊന്നും കേടുവരാതെ അതിനെ നന്നായിട്ട് നോക്കിക്കൊണ്ട് എന്ത് വേണം? ഈ ശരീരത്തെ നമ്മൾ കൊണ്ടു നടക്കണം. ഈ ശരീരമാകുന്ന രഥം നന്നായിട്ട് സഞ്ചരിച്ച് ഇതിൽ സഞ്ചരിക്കുന്ന ജീവനാകുന്ന യാത്രക്കാരനെ ലക്ഷ്യസ്ഥാനമാകുന്ന പരമാത്മാവിൽ എത്തിക്കും. ആരെത്തിക്കും? ഈ സാരഥിയായിരിക്കുന്ന ബുദ്ധി. അവിടെയാണ് ഭഗവാന് നമ്മള് പ്രാധാന്യം കൊടുക്കുന്നതിലെ അമ്മയെ ഇരുത്തുന്ന ബുദ്ധിയുടെ സ്ഥാനത്ത്. അത് ഈ ഒരു ചിത്രത്തില്, അതായത് നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ കൃഷ്ണൻ പരമാത്മാവ് തന്നെയാണ് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് സാന്ദ്ര ആനന്ദ അവബോധം എന്നൊന്നും പറയാൻ പറ്റില്ല.
ഇവിടെ ബുദ്ധിയുടെ സ്ഥാനത്ത് ഈശ്വരനെ കാണണം. ഡിസിഷൻ എടുക്കുമ്പോ അത് അമ്മയായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഭഗവാൻ ആയിക്കോട്ടെ, അമ്മയ്ക്ക് വിട്ടുകൊടുക്കൂ. അതാണ് അവിടുത്തെ അർത്ഥം. അപ്പോ എന്താണ്, നമുക്കൊരു സംഗീത കച്ചേരി നടക്കുമ്പോൾ എല്ലാ ഇൻസ്ട്രുമെന്റ്സും വർക്ക് ചെയ്തെങ്കിലേ സംഗീതം കേൾക്കാൻ സുഖമുള്ളതാവും. എവിടെയെങ്കിലും ഒരു താളത്തിന്, അല്ലെ? അതോ സംഗീതത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് എന്ത് വേണേലും കേട്ടോണ്ടിരിക്കാം. പക്ഷെ അറിയുന്നവർക്ക് എന്തെങ്കിലും ഒരെണ്ണം മിസ്സായാൽ അപ്പൊ അറിയാം. അവർ ഉടനെ തന്നെ വല്ലാതെ മുഖം ചുളിക്കും. കാരണം അവർ പറയും താളം തെറ്റി, ഇല്ലെങ്കിൽ ഇത് ശരിയായില്ല, അല്ലെ? അപ്പൊ ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഒരുപോലെ ഇരുന്നെങ്കിൽ മാത്രമേ സംഗീതത്തിന് നല്ല കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവൂ. അപ്പോ ഈ എന്താ പറയാ, സത്യമേവ ജയതേ, ഈ പ്രപഞ്ചത്തിന് കാരണമാകുന്ന സത്യം, ആ സദ്വസ്തു. അപ്പൊ അതിന് നാശമില്ലാത്തതാണ് എന്ന് നമ്മൾ ഇപ്പോഴേ അറിഞ്ഞോണം. എല്ലാത്തിന്റെയും പ്രഭവസ്ഥാനവും ലയസ്ഥാനവും ആത്മാവ് വിലയം പ്രാപിക്കുന്ന പരബ്രഹ്മം തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ ഈ ചെറിയ എന്താ പറയാ, ഉള്ളിലിരിക്കുന്ന ഒരു ചെറിയ കണമാകുന്ന, നമുക്ക് കാണാൻ പോലും പറ്റാത്ത ആ ഒരു ചെറിയ ആത്മാവും എവിടെയാ, പരമാത്മാവിൽ ചെന്നിട്ടാണ് വിലയം ചെയ്യുന്നത്. അപ്പൊ ഈ കണിക ആരാണെന്നാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ കുഞ്ഞു കണിക അത് പരബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോഴെന്താ, ഇൻഡിപെൻഡന്റ് ആയി, ഇല്ലേ? പരബ്രഹ്മത്തിൽ നിന്ന് വിട്ട് ഈ ശരീരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അതിനെന്ത് വേണം? കൂടാതെ, കുറയാതെ, മാറാതെ, ഘനപൂർണ്ണ ആനന്ദമായിട്ടിരിക്കണം. ആ ഒരു പരബ്രഹ്മത്തിൽ എത്തിച്ചേരണം. അതിനെ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെ? ഒരിക്കലും മാറാത്ത, പൂർണ്ണമായിരിക്കുന്നതെന്നൊക്കെ അതിന് നമ്മൾ വിശേഷണങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഈ ആനന്ദത്തിന്റെ ഒരു കുഞ്ഞു കണിക, പരബ്രഹ്മത്തിന്റെ ഒരു കുഞ്ഞു കണികയാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കണമെന്ന് എല്ലാവർക്കും അറിയാം, ഇല്ലേ? അപ്പൊ എന്താണ്, പരബ്രഹ്മം വേറെ എവിടെയെങ്കിലും ഇരിക്കുകയാണോ? അതോ ഇപ്പം പറയുന്നുണ്ട് പൂർണ്ണമത പൂർണ്ണമിതം, അത് പൂർണ്ണമാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നതും പൂർണ്ണമാണ്. ഇത് ഒരു ചെറുതാണെന്ന് പറഞ്ഞിട്ട് അത് പൂർണ്ണമല്ലെന്ന് പറയാൻ പറ്റില്ല. സമുദ്രത്തിലെ ഒരു സ്പൂൺ ജലം എടുത്തിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സമുദ്രത്തിലെ ജലവും ഈ ഒരു സ്പൂണിൽ കോരിയ ജലവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, അല്ലെ? ക്വാണ്ടിറ്റി മാത്രമേ വ്യത്യാസമുള്ളൂ. അത് വലിയ സമുദ്രം, ഇത് കുഞ്ഞു സ്പൂണിലുള്ള ജലം. ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. അതിൽ എന്തൊക്കെയാണ് ഉപ്പ് മുതൽ ബാക്കി എന്തൊക്കെ അതിൽ ലയിച്ച് ചേർന്നിട്ടുണ്ടോ എല്ലാ ലവണങ്ങളും അതേ രീതിയിൽ എടുത്ത ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള ക്വാളിറ്റി അതിൽ കാണും. അത് കൂടുമ്പോഴത്തേക്ക് അതിന്റെ എന്താ പറയാ, കൂടുതലായിട്ട് അനുഭവപ്പെടും, കുറയുമ്പോൾ കുറഞ്ഞതായിട്ട് അനുഭവപ്പെടും. അതുപോലെ ഈ പരബ്രഹ്മത്തിന്റെ ഒരു കുഞ്ഞു തുള്ളിയാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കണം എന്ന് പറഞ്ഞാല് അതിന്റെ ഗുണങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന തുള്ളിക്ക് ഉണ്ടാവില്ലേ? ചിന്തിച്ചു നോക്കേണ്ടതാണ് നമ്മള്, അല്ലേ? അപ്പോ ഈ പറയുന്ന സദ്വസ്തു എന്താ, നാശമില്ലാതെ ആയിട്ട് ഈ സദ്വസ്തു മാത്രമേ നാശമല്ലാതെ ഉള്ളൂ. അപ്പോ ഈ സദ്വസ്തുവാണ് എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന നമ്മള് പരബ്രഹ്മത്തിന്റെ ഒരു ചെറിയ കണിക എന്ന് പറയുന്ന എന്താ പറയാ, ജീവൻ, ജീവാത്മാവ്. അപ്പൊ എല്ലാത്തിന്റെയും പ്രഭവസ്ഥാനം എവിടെയാ? പരബ്രഹ്മം. എല്ലാത്തിന്റെയും ലയസ്ഥാനവും പരബ്രഹ്മം തന്നെയാണ്, അല്ലേ? അപ്പൊ കൂടാതെ, കുറയാതെ, മാറാതെ, ഇതാണ് ഇതിന് കൊടുക്കുന്ന പൂർണ്ണമായിരിക്കുന്ന ആനന്ദം. ഈ ആനന്ദം നമുക്കെല്ലാം ഉപലബ്ധമാണ്. ഓരോ മനുഷ്യനും അവൻ അറിയാതെ അതിനെ തെരഞ്ഞു നടക്കുകയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ ഇതില് നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ഇല്ലേ? ആ ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഇല്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഈശ്വരൻ നമ്മളിൽ നിന്ന് വ്യതിരിക്തനാണോ? നമ്മൾ തന്നെ ചിന്തിക്കണം. നമുക്ക് ഇത്രയും അറിവ് പ്രായമൊക്കെ ആയില്ലേ, ഇനി ചിന്തിക്കണം. ആ ഈശ്വരൻ വേറെ എവിടെയോ ഇരിക്കുന്ന ആളാണോ? അപ്പൊ നമ്മൾ സമുദ്രജലം പോലെ എല്ലാ ക്വാളിറ്റീസുമുള്ള അതിന്റെ ഒരു കുഞ്ഞു കണിക, അതാണ് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി. അല്ലാതെ നമുക്ക് ഇതിനകത്ത് കയറി എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമോ? നമ്മൾ അകത്തോട്ട് വായു എടുക്കാന്ന് മാത്രമേ ഉള്ളൂ, ഇല്ലേ? ആ വായുവിനെയൊക്കെ തരംതിരിക്കുന്ന ആരാ? ഈ ഈ കഴിക്കുന്ന വസ്തു വായിലുള്ള ഉമിനീര് ചേർന്ന് കഴിഞ്ഞ് തൊണ്ടയുടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇതിനെ തരംതിരിച്ച് എത്ര പ്രോസസ്സാണ് അവിടെ നടക്കുക? ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ? അതിനെ എൻസൈംസ് ആക്കി, പ്രോട്ടീൻ ആക്കി, ബ്ലഡ് ആക്കി, പറഞ്ഞ ഈ പ്രാണൻ വായുവിലൂടെ എല്ലായിടത്തും സഞ്ചരിപ്പിച്ച് ഉറങ്ങാതെ ഇരുന്ന് ഈ പണി അത്രയും ചെയ്യുന്നത് ആരാണ്? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തന്നെ അത് ചിന്തിച്ച് കണ്ടുപിടിക്കണം, ഇല്ല? ഈ ചെറിയ കുഞ്ഞ് ആത്മാവ് എന്ന് പറയുന്ന ആ എനർജി ഫോം ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുള്ളത് കൊണ്ട്, അതിന്റെ സാന്നിധ്യത്തിൽ എന്ന് വേണം പറയാൻ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം എന്താണ്, ഓരോ മനുഷ്യനും ഇതൊക്കെ നടന്നു പോണു എന്തോ എന്ന് പറഞ്ഞ് ഈ ഈശ്വരനെ നമ്മൾ എന്തിനാണ് വെളിയിൽ തിരയുന്നത്? അപ്പൊ നമ്മൾ ഇതിനെ നമ്മൾ തിരയാൻ കാരണം എന്താ? നമുക്കറിയില്ല, ഇല്ല? നമുക്കൊരു സാധനം എവിടെ വെച്ചു എന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വീട് മുഴുവൻ തെരഞ്ഞു നടക്കും. അതുപോലെ ഈ സാധനം, ഈ ഈശ്വരനെ നമ്മൾ ഇന്ന് വരെ ശാസ്ത്രങ്ങൾ പഠിക്കുകയോ ഉപാസനാ മാർഗത്തിൽ പ്രവേശിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് എന്തായി? അറിയില്ല.
ഇല്ലേ? അപ്പൊ അത് തെരഞ്ഞു നടക്കണു. ഇത് കഠോപനിഷത്തിന്റെ പ്രധാന സാരാംശം ഇതാണ്. കാരണം ഈ രഥകൽപ്പന നമുക്ക് തന്നിരിക്കുന്നത് ഇത് അറിയാനാണ്. അപ്പൊ സാധനാ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഒരു വ്യക്തി ഒരു പ്രധാന വിഷയം എന്നുള്ള നിലയ്ക്ക് ഇത് അറിഞ്ഞിരിക്കണം, ഉറപ്പായിട്ടും അറിയണം. അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉപാസന കൊണ്ടെത്തേണ്ട സ്ഥലത്ത് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. ഈ ജീവിത യാത്ര എന്നത് ഒരിടത്ത് നിന്നും വേറൊരു സ്ഥലത്ത് പോകുന്ന യാത്രയല്ല. ആദ്യത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ജീവയാത്രയിൽ മനസ്സിലാക്കേണ്ടത് ഇതാണ്. എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ സാധാരണ ഫിസിക്കലി നമ്മുടെ ശരീരം കൊണ്ട് യാത്ര ചെയ്യുന്ന യാത്ര അല്ലിത്. യാത്ര എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇല്ല, ഇച്ഛാശക്തി വികസിപ്പിച്ച് അറിയേണ്ടതിന് അറിയുന്നതാണെന്ന് തുടക്കത്തിൽ പറഞ്ഞു. അപ്പൊ എന്താണ്? നമ്മള് ഈ യാത്ര ചെയ്യുന്നത് ജീവന്റെ യാത്ര. ഈ ജീവയാത്ര ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകണ്ട. ആദ്യം ഉറപ്പിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് ഇതാണ്. അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട് ജീവാത്മ പരമാത്മ, ഇല്ല? രണ്ട് വാക്കുകൾ നമ്മൾ ഇനിയിപ്പോ അധികം പഠിച്ചിട്ടില്ലെങ്കിൽ, സ്പിരിച്വലി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എല്ലാവർക്കും അറിയാം ജീവാത്മ പരമാത്മ. അപ്പൊ അവര് സാധാരണഗതി പറയാറ് എന്താണ്? ജീവാത്മ പരമാത്മാവിനെ വിട്ട് ബഹുദൂരം സഞ്ചരിച്ച് താഴേക്ക് വന്നു, ഇനിയും അത്രയും ദൂരം സഞ്ചരിച്ചെങ്കിലേ അവിടെ എത്തിച്ചേരുള്ളൂ എന്ന് നമ്മള് മുകളിലോട്ട് നോക്കി, ആകാശത്ത് ഇങ്ങനെ നോക്കിയിട്ടാ പറയുന്നത് മുകളിലോട്ട് സഞ്ചരിക്കണം എന്ന്, അല്ലെ? കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു എന്നാ പറയുന്നത്. നമ്മൾ കേട്ട് പരിചയിച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ പല പുരാണങ്ങളിലും പറയുന്നത്, അല്ലെ? ആകാശ തത്വത്തിൽ ഇരിക്കുന്ന ആ ഭഗവാന്റെ അടുത്തുനിന്ന് നമ്മൾ അവിടെ ഇരുന്ന നമ്മള് എന്ത് ചെയ്തു? പടി ഇറങ്ങി വന്ന പോലെ ആ ഒരു ആജ്ഞാചക്രത്തിൽ നിന്ന് താഴെ 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 ഇറങ്ങി വന്നിട്ട് എവിടെ കിടക്കുന്നു? ഇപ്പോ ഭൂമിയിൽ നമ്മളിങ്ങനെ അഹോ വീണ് കിടക്കുന്ന പോലെ നമ്മളിങ്ങനെ കാണിക്കും, താഴെ വന്ന് കിടക്കുക. ഇനി ഇത്രയും കേറി നമുക്ക് അവിടെ എത്തണം. ഇതാ നമ്മൾ പറയുന്നത്. അപ്പൊ പരമാത്മ മുകളിലിരിക്കണു, ഞാൻ എന്ന് പറയുന്ന ജീവാത്മാ ദാ ഇവിടെ താഴെ കിടക്കുന്നു, അല്ലെ? അപ്പൊ നമ്മൾ ഈശ്വരനെ നോക്കി യാത്ര ചെയ്യണം എന്നാണ് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതൊരു സത്യമല്ല, അതൊരു ആ രഹസ്യമാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് കഠോപനിഷത്ത്. ആ പറയുന്നത് സത്യമല്ല. ഓക്കെ, പുരാണങ്ങൾ പറഞ്ഞോട്ടെ. പക്ഷെ വേദങ്ങൾ എന്താ പറയുന്നത്? വേദങ്ങൾ ഈശ്വരൻ തന്നെ പറഞ്ഞതാണ്, അല്ലെ? ഈശ്വരൻ എന്താ പറയാ, ആ ഒരു പ്രപഞ്ചത്തിന് പറഞ്ഞു കൊടുത്ത സത്യങ്ങളാണ് വേദങ്ങൾ. അപ്പൊ അതില് കഠോപനിഷത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്താണ്, മരണത്തെ കുറിച്ച് പറയുന്ന ഉപനിഷത്താണ്. അപ്പൊ എന്താ പറയണത്? അത് സത്യമല്ല. നിങ്ങൾ പരമാത്മാവ് എവിടെയോ ഇരിക്കണില്ല, നിങ്ങൾ എവിടെയോ അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു യാത്ര അവിടെ ഇല്ല. അപ്പോ എന്താ പിന്നെ പറയുന്നത്? ഇവിടെ ഈ കഠോപനിഷത്ത് പറയുന്നത് നമ്മൾ ഈശ്വരനെ വിട്ട് ഒരു നാളും പിരിഞ്ഞിട്ടില്ല, പിരിയില്ല. ഇതാണ് സത്യം. ഇതാണ് ഇതിന്റെ പരമമായിരിക്കുന്ന രഹസ്യം. ഈ സാധനങ്ങൾ കൊണ്ട് അറിയേണ്ട, ഉപാസനാ മാർഗങ്ങൾ സ്വീകരിച്ച് അറിയേണ്ട അതിന്റെ കാതലായിരിക്കുന്ന മർമ്മം എന്ന് പറയുന്നതാണ് ഇത്. നമ്മള് ഈശ്വരനെ പിരിഞ്ഞിട്ടില്ല, പിരികയില്ല. ഇപ്പൊ ഈ നിമിഷം പിരിഞ്ഞിട്ടില്ല, ഈശ്വരൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇനി പിരിയൂല്ല. പിരിഞ്ഞാൽ ഞാനെന്ന് പറയുന്ന എൻറ്റിറ്റി പിരിയുന്നത് എന്താ? ഈ ജഡമായിരിക്കുന്ന ഈ വെറും എന്താ പറയാ ആ ഒരു 6 ലിറ്റർ അല്ലെങ്കിൽ 7 ലിറ്റർ രക്തവും മാംസവും മജ്ജയുമുള്ള ഒരു ശരീരം. അത് അവസാനം പറയുന്നുണ്ട്. കാരണം ഈ ഓരോന്നും ചെന്ന് പഞ്ചഭൂതങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അവര് നമ്മുടെ സഹോദരി സഹോദരന്മാരെ പോലെ കാത്തിരിക്കണം. എവിടെ നിന്ന് വന്നു അവിടേക്ക് വിലയം പ്രാപിക്കും. ഈ ശരീരം എന്ന് പറയുന്നത് ചുമ്മാ ഏച്ചു വെച്ച് തയ്ച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവം. ആ തയ്ക്കാൻ കാരണമായിട്ടിരിക്കുന്ന ജീവാത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുക. അതിന് ഈ പ്രവർത്തിപ്പിക്കാനുള്ള നമ്മളെ എന്താ പറയാ അതിനകത്ത് ഇട്ടിരിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഇടുന്ന ഒരു സിം കാർഡ് പോലെ മനോബുദ്ധി ഇന്ദ്രിയ അഹങ്കാരങ്ങളെല്ലാം അതിനകത്ത് ഇട്ടിരിക്കുന്നു. പ്രാണശക്തിയെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇതെല്ലാം കൂടെ കെട്ടി വെച്ചിരിക്കുന്ന അതിനെ ആ ഒരുപോലെ നിർത്താൻ സഹായിക്കുന്ന ജീവാത്മാവ് ഇതിന്റെ ഉള്ളിലിരിക്കുന്നു. അപ്പൊ പരമാത്മാവ് എന്ന് പറയുന്നത് എവിടെയോ ഇരിക്കുന്ന ഈശ്വരൻ, പരമാത്മാവ് തന്നെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. പരശിവൻ എന്ന് പറയുന്നത്, ഭഗവാൻ എന്ന് പറയുന്നത് അദ്ദേഹം എവിടെയോ ആണോ ഇരിക്കുന്നത്? അല്ല, നമ്മുടെ കൂടെ, ഇല്ലേ? നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. എത്ര പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റില്ല. അയ്യോ, ഈശ്വരൻ എന്റെ കൂടെ. നമുക്ക് ഇഷ്ടം എന്താ? നമുക്ക് ഇതുപോലെയൊക്കെ ജീവിക്കണം, അല്ലേ? വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വല്ലപ്പോഴും ഒക്കെ ഈശ്വരനെ തൊഴണം. ഈശ്വരൻ ഒന്നും കാണരുത്. പൂജാമുറിയുടെ കഥ കടച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലേ? അങ്ങനെ അല്ല. അതുകൊണ്ടാണ് ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞത് ഈശ്വര സർവഭൂതാനി ഹൃദ്ദേശേ അർജുന തിഷ്ഠ. നമ്മളെല്ലാം അർജുനന്റെ ജീവാത്മാക്കളാണ്. നിന്റെ ഹൃദയത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, അത് മനസ്സിലാക്കൂ. അപ്പൊ ഈശ്വരനെ നമ്മൾ പിരിഞ്ഞിട്ടില്ല, ഇനി പിരിയുമില്ല, പിരിയാൻ പറ്റിയുമില്ല. പിരിഞ്ഞു എന്ന് വെറുതെ ഒരു തോന്നല് മാത്രം. ഇനി ഇതിന്റെ കാരണങ്ങളാ നോക്കണേ. എന്താ ഈ തോന്നൽ വരാൻ കാരണം?
അപ്പോ ആ പിരിഞ്ഞു എന്ന് പറയുന്നത് എന്താ പറയാ അവിദ്യ ഇല്ലെങ്കിൽ അറിയാത്തവരാ ഈ പറയുന്നത്. ശാസ്ത്രം പഠിച്ചവർ ഒരു കാലത്തും ഈശ്വരൻ വേറെ ഒരിടത്ത് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, പറയൂല്ല, ഇല്ലേ? അപ്പൊ നല്ലവരും മോശപ്പെട്ടവരും ബുദ്ധിമാനും ബുദ്ധിഹീനനും ധനികനും ദരിദ്രനും ഒരു കാലവും ഈശ്വരനെ വിട്ട് പിരിയില്ല. അല്ല നല്ല ആളുകളുടെ കൂടെ ഈശ്വരൻ ഇരിക്കുള്ളൂ, ചീത്ത ആളുകളുടെ കള്ളന്മാരുടെ കൂടെ ഈശ്വരൻ ഇരിക്കില്ല, പാപിയുടെ ഈശ്വരൻ ഇരിക്കില്ല, അങ്ങനെയല്ല. എല്ലാവരുടെ കൂടെയും ഈശ്വരനുണ്ട്. ഈശ്വരൻ അങ്ങനെ വേർതിരിവില്ല. അവനവൻ ചെയ്യുന്ന പാപ പുണ്യങ്ങളുടെ കർമ്മം അവനവന് അനുഭവിക്കാൻ ഒരു ചെറിയ സാധനം നമ്മുടെ ഉള്ളില് ഒരു CC ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് മാത്രം. അതനുസരിച്ച് മാത്രമേ നമുക്ക് പുണ്യപാപങ്ങളെ വിഭജിക്കുക. ഈശ്വരനൊന്നും അതിൽ ഇടപെടില്ല. അദ്ദേഹം വച്ചിരിക്കുന്ന ഒരു ചെറിയ സാധനമാണത്. ആ CC ക്യാമറയിൽ പതിയുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് പുണ്യവും പാപവും കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ഇതിനകത്ത് നമ്മൾ ആളുകള്, നല്ല ആളുകള്, ചീത്ത ആളുകള്, പണമുള്ളവര്, പണമില്ലാത്തവര്, ഇവരെല്ലാവരും ഈശ്വരന്റെ മക്കളാണ്. എല്ലാവരിലും ഈശ്വരൻ കുടികൊള്ളുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്താ, നമുക്ക് ഒരു കാലവും ഈശ്വരനെ വിട്ട് പിരിയാൻ പറ്റില്ല എന്നുള്ള ആ സത്യമാണ് കഠോപനിഷത്ത് നമുക്ക് പറഞ്ഞത്. ഒരു കാലവും. ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാലോ, ഈ ശരീരം വിട്ടുപോയാലോ, അതും ഈശ്വരന്റെ ആ ഒരു എന്താ പറയാ കോസ്മിക് എനർജിയാണ് ഈ ശരീരം വിട്ടു പോകുന്നത്. അതിപ്പോ എവിടെയെങ്കിലും പോകുന്ന വെച്ചാൽ ഓരോ ലോകങ്ങളിൽ പോകുന്നു, ഇനി അത് പരമാത്മാവിൽ ലയിക്കുന്നു, നമുക്ക് നോക്കാം. കാരണം ഇത് നമ്മളെ വിട്ട് പിരിയുമ്പോ എന്ത് സംഭവിക്കുന്നു? അപ്പോഴും കോസ്മിക് വേൾഡുകളില്, ഭൂമി പോലെയുള്ള സ്ഥലങ്ങളില് ഇത് സഞ്ചരിക്കുന്നു. അപ്പോ എന്താ നമ്മൾ ഉറച്ച് വിശ്വസിച്ചിരിക്കുന്ന എന്താ? നമ്മുടെ ഉള്ളില് ഈശ്വരനില്ല, വെളിയിലാണ്, വേറെ എവിടെയാണെന്ന്. അപ്പൊ ഇത് ബുദ്ധി ശരിയല്ലാത്തത് കൊണ്ട് മാത്രം നമുക്ക് തോന്നുന്ന ഒരു ഭ്രമമാണ്. ബുദ്ധിയിൽ ഈശ്വരനെ ഇരുത്തി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞാല്, ഒരു പ്രാവശ്യം വിളിച്ചാൽ തന്നെ ഈശ്വരൻ അടിവെച്ച് ഓടി വരും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പൊ ഓടി വരണമെങ്കിൽ വേറെ എവിടെയോ ഇരിക്കണം, അല്ലെ? ഈ അടിവെച്ച് ഓടി വരുന്ന എവിടെയാ? നമ്മുടെ ഉള്ളില്, നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ തെളിഞ്ഞ് നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ബുദ്ധിയുടെ രൂപത്തിൽ തെളിഞ്ഞു വരും. അപ്പൊ അത്രയും കാര്യങ്ങള്, അത്രയും പോലും ദൂരത്തിലല്ല ഭഗവാൻ ഇരിക്കണം. നമ്മൾ വിളിക്കണ്ട. എന്നാ ഭഗവാന് വേറെ ജോലിയില്ലേ? എന്തൊക്കെ ജോലികളുണ്ട്? ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ നിയന്താവാണ്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ നോക്കി നടത്തുന്ന അദ്ദേഹത്തിന്റെ ഇതാണ്. പക്ഷേ ചിലര് പറയുന്നുണ്ട് നമ്മൾ സങ്കല്പം ചെയ്യൂ, വിളിക്കൂ, അദ്ദേഹം വരും. വിളിക്കുന്നതിന് എന്താ കുഴപ്പം? നമ്മുടെ ഉള്ളിലല്ലേ ഇരിക്കുന്നത്, സദാ വിളിച്ചുകൊണ്ടേ ഇരിക്കണം. രാവിലെ തൊട്ട് രാത്രി വരെ വിളിക്കണം. എന്താ നമുക്ക് അതിന് പ്രയാസം? നമ്മുടെ കൂടെ ഒരാളിനെ, നമ്മുടെ ബന്ധുവിനെ നമുക്ക് വിളിക്കുന്നതിൽ എന്താ? അവിടെ എന്തിനാ ഈഗോ വെക്കേണ്ട ആവശ്യമില്ല. മനുഷ്യരോട് ഈഗോ വെക്കുന്നുണ്ടല്ലോ, അത് മതി. ഈശ്വരനോട് ഈഗോ വേണ്ട. ഈഗോ ലെസ് ആയിട്ടിരിക്കുക, വിനയത്തോടെ ഇരിക്കുക, എപ്പോഴും ചിന്തിക്കുക, അതിൽ ഒരു തെറ്റുമില്ല, അത് മാത്രമേ ഉള്ളൂ നന്മ. ബാക്കി മനുഷ്യരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ തിന്മ. നമുക്ക് അവരാരാണെന്ന് അറിയില്ല, എന്താണെന്ന് അറിയില്ല, നമ്മൾ ഏത് വഴി പോകണമെന്നും അറിയില്ല. അപ്പോ നമ്മുടെ അകത്ത് ഒട്ടും ദൂരത്തില് ഓടി വരണ്ട ഭഗവാന് ഇവിടെ ഇരുന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ, നമ്മുടെ ബുദ്ധിയിലൂടെ പ്രവർത്തിക്കാൻ പറ്റും. അപ്പൊ ശ്രമിച്ചാൽ വേഗം അനുഗ്രഹം കിട്ടുന്ന ഇതിന്റെ അർത്ഥം. കാരണം വെളിയിൽ നിന്ന് വിളിച്ചാൽ, ഇതല്ലേ നമുക്ക് ദ്രൗപദി പറയുന്നത്. അപ്പൊ ദ്രൗപദി അവിടെ നിന്ന് മധുരേശ്വര എന്നൊക്കെ വിളിച്ചു, എന്തെല്ലാം വിളിച്ചു. അവസാനം തന്റെ വസ്ത്രം, തന്റെ ആ ഒരു സഭയിൽ താൻ നാണം കെടുന്നറിഞ്ഞപ്പോ എന്റെ ഹൃദയേശ്വര എന്ന് വിളിച്ചപ്പോ ഇമ്മീഡിയറ്റ്ലി എവിടുന്ന വസ്ത്രം വന്നത്? നിലയ്ക്കാത്ത വസ്ത്രത്തിന്റെ പ്രവാഹമാണ് വന്നത്, ഇല്ലേ? ഒരു സ്ത്രീയെ അവിടെ അപമാനിക്കാൻ ഈശ്വരൻ സമ്മതിക്കില്ല. എന്റെ ഹൃദയേശ്വര എന്ന് വിളിച്ചപ്പോ ഭഗവാൻ കാത്തു നിന്നു. കാരണം എന്താ? ദ്രൗപദിയോട് അത്ര ഇഷ്ടമാണ്, അല്ലെ? ഒരു സഹോദരിക്ക് തുല്യാണ്, സ്വന്തം സഹോദരി തന്നെയാണ്. അപ്പോ അദ്ദേഹത്തെ എന്തുകൊണ്ട് ഹൃദയത്തിൽ ഇരുന്ന് വിളിച്ചില്ല? എന്നെ ഹൃദയേശ്വര എന്ന് വിളിക്കുക. ഭഗവാൻ വിളിക്കുമെന്ന് നോക്കി അവിടെ നിന്നതാണ്, അല്ലെ? വിളിച്ചപ്പോ ഉടനെ വന്നു. അതുപോലെ നമ്മള് ദൂരെ കണ്ടിട്ട് വിളിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കാത്തത്. നമുക്ക് മധുര മീനാക്ഷി, അല്ലെ? കാശി വിശ്വനാഥൻ, ശബരിമല അയ്യപ്പൻ, ചോറ്റാനിക്കര അമ്മ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അവിടെയൊക്കെ ഇരിക്കട്ടെ, ഇരുന്നോട്ടെ. പക്ഷെ ആ അമ്മ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കണമെന്ന് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കണം. ആ അനുഗ്രഹം നമ്മൾ ഡെയിലി വാങ്ങിച്ചുകൊള്ളണം. കാരണം അവിടെ എങ്ങും പോയില്ലെങ്കിലും ഇനി ശരീരം നാളെ ഒരു ദിവസം യാത്ര ചെയ്യാൻ പറ്റിയില്ല, ശരീരത്തിന് ക്ലേശങ്ങൾ ഉണ്ടായി, നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് മരണസമയം അടുക്കുമ്പോൾ കട്ടിലിൽ കിടന്നുകൊണ്ട് നമ്മൾ ഒരിടത്തും പോയില്ല, അല്ലെ? മരണസമയത്ത് എന്താ, എനിക്ക് ഗുരുവായൂരപ്പനെ ഒന്നുകൂടെ കാണണം, ഒന്നുകൂടെ ചിലര് പറയില്ലേ, എനിക്ക് ഗംഗാജലം കുടിക്കണം, എനിക്ക് അവിടെ പോകണം, എന്റെ ലാസ്റ്റ് ശരീരമാണെങ്കിലോ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പൊ മനസ്സിൽ എന്താ ആഗ്രഹം അവശേഷിപ്പിച്ച് പോവുകയാണ്.
എനിക്ക് അവിടെ പോയില്ലല്ലോ, മരിക്കുമ്പോഴും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല, എന്റെ ലാസ്റ്റ് ആഗ്രഹം അതായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും? അവിടെ തന്നെ ആ ഗുരുവായൂരിന് ചുറ്റിപ്പറ്റിയില്ലെങ്കിൽ കാശിക്ക് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലത്ത് ജനിക്കും. ആ മരണം വരെ അവിടെ തന്നെ ജീവിക്കും. തന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ട് ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. അതേസമയം ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിലോ, ഇവിടെ എല്ലാം ഇരിക്കണ ഈശ്വരൻ പൂർണ്ണമായിട്ട് എന്റെ ഉള്ളിലാണ്. ഞാൻ വിളിച്ചാൽ ഒരിടത്തുനിന്ന് ഓടി വരണ്ട, എന്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുക ചെയ്യുന്നത്. വിളിക്കാത്തതുകൊണ്ട് അദ്ദേഹം വെറുതെ അതിനകത്തിരിക്കുന്നു. വിളിച്ചു കഴിയുമ്പോഴോ, രാവിലെ തൊട്ട് രാത്രി വരെ വിളിക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു അർജുനൻ എന്താ വിളിച്ചത്? സഖാവേ എന്നാ വിളിച്ച. ഹേ സഖേ, കൂട്ടുകാരനായിട്ട്, അമ്മയായിട്ട്, അല്ലെ? അതാണ് അവസാനം ആത്മനിവേദനം. അപ്പൊ ഈ നവദാ ഭക്തിയില് നമ്മള് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം ഇങ്ങനെ ചെയ്ത് അർച്ചനം, വന്ദനം, ദാസ്യം, ദാസ്യപ്പണിയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ? ധ്യാനം. നമ്മൾ സദാ ഭഗവാനെ ധ്യാനിക്കും. പിന്നെ അങ്ങനെ വന്ന് നമ്മളെ രണ്ടുപേരും സെപ്പറേറ്റ് അല്ല. ഞാനെന്ന് പറയുന്നത് നശിച്ചു പോകുന്ന ഒരു ശരീരം അല്ല. അതിനെയാണ് ലാസ്റ്റ് വന്നിട്ട് ആത്മനിവേദനം. ദേഹബുദ്ധ്യ ദാസോഹം, ജീവബുദ്ധ്യ അംശോഹം, ആത്മബുദ്ധ്യ ത്വമേവാഹം. രാമചന്ദ്ര പ്രഭുവിന്റെ അടുത്ത് ആ ഹനുമാൻ പറഞ്ഞു, നീ ആരാണെന്ന് ചോദിച്ചപ്പോ അപ്പോഴാണ് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. കാരണം ഈ സത്യം അറിഞ്ഞിട്ടാണ് ഹനുമാൻ ദാസനായിട്ട് അവിടെ ഇരുന്നത്. കാരണം പറയുന്നു, എനിക്ക് ദാസനായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം, എനിക്ക് ദാസ്യഭക്തി മതി. അർജുനൻ പറയുന്നു, സഖാവായിട്ടാണ് ഭഗവാനെ കാണുന്നത്. അപ്പൊ ഓരോരുത്തരുടെ മനസ്സിന്റെ ആ രീതിക്കനുസരിച്ച് ഭഗവാൻ നിന്നു കൊടുക്കുന്നു. ഭക്തന്റെ ദാസനാണ് ഭഗവാൻ. ഭക്തയുടെ ദാസയാണ് അമ്മ. അമ്മ എന്ന് പറയുമ്പോ ഈ പറയുന്നതിനൊക്കെ മേളിലാണ്, അല്ലെ? ആ ഒരു ബന്ധം, ആ പൊക്കിൾക്കൊടി ബന്ധം ഒരിക്കലും മാറാത്ത ബന്ധമാണ്. ആ ബന്ധത്തിൽ കെട്ടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെ? അമ്മ അച്ഛ എന്ന് വിളിക്കുമ്പോ അവിടെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പറയില്ലേ, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന്. എന്താ ഈ ചെറിയ റിലേഷൻഷിപ്പിനാ പറയുന്നത്? എന്റെ മക്കള്, എന്റെ കൊച്ചുമക്കള്, അല്ലെ? എന്റെ റിലേഷൻസ്. അത് പറയുമ്പോ നമ്മൾ പറയും, അയ്യോ അതെങ്ങനെ പറയാൻ പറ്റില്ല, വേറെ ആരും അങ്ങനെ എനിക്കല്ല. എന്താ അതിന് കാരണം? ബ്ലഡ് ഈസ് തിക്കർ. എന്താ ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ? ഈ പറഞ്ഞ 7 ലിറ്റർ ബ്ലഡ് വാട്ടർ അല്ലേ? 72% ജലമാണ് നമ്മുടെ. അതിനെയാണോ നമ്മൾ ഈ തിക്കർ ദാൻ വാട്ടർ? എന്താ ബ്ലഡ് റിലേഷൻ? അപ്പൊ ഈ അമ്മയോടുള്ള റിലേഷൻ എന്താ? ആത്മബന്ധം അല്ലേ? നമ്മുടെ ആത്മാവായിട്ടിരിക്കുന്ന അമ്മയാണെങ്കിൽ ഈ ബ്ലഡ് റിലേഷൻ ആണോ ആത്മാവിന്റെ റിലേഷൻ ആണോ വലുതായിട്ട് നിൽക്കുക? ഈ ശരീരം നശിച്ചു പോകും. ഈ പറയുന്ന ബ്ലഡ് റിലേറ്റീവ്സ് ആരെങ്കിലും നമ്മുടെ കൂടെ കാണുമോ? കാണാതിരിക്കാം, ഉറപ്പില്ല. പക്ഷേ അമ്മയോ, ആത്മാവോ? ആത്മാവ് തന്നെയാണ് ഞാൻ. അത് ഇനി നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊരു പ്രയോഗമാണ്. കാരണം നമ്മൾ ശ്രമിച്ചാൽ ഓടിപ്പോയി എവിടെയെങ്കിലും പോയി അനുഗ്രഹം വാങ്ങിക്കണ്ട. വീട്ടിൽ ഇവിടെ ഇരുന്ന് ഈ കസേരയിലിരുന്ന് എന്റെ അമ്മയെ പൂജിച്ച് ഈ മഹാമന്ത്രങ്ങളൊക്കെ ദിവസവും ജപിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും അമ്മയെ ഉള്ളിൽ കണ്ട് അനുഗ്രഹം മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ ശ്രീവിദ്യ കിട്ടിയത് എന്താണ്? വെറും ഒരു അലങ്കാരമാണെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ആത്മവിദ്യയെ നമ്മൾ അത്രത്തോളം മനസ്സിലാക്കി ഉള്ളിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതുകൊണ്ടാണ് വേറെ ഒന്നും ചെയ്യരുതേ, വേറെ ഒന്നിനും സമയം നിങ്ങൾ കളയരുതേ, ഈ അമ്മയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നത്. അല്ലെ വേറെ ഒന്നും പഠിക്കുന്ന ആർക്ക് നമ്മുടെ പ്രായം ഡുഗ്രിഞ്ച കരണേ എന്ന് പറയുമ്പോൾ ഭജഗോവിന്ദം 72 വയസ്സിൽ 82 വയസ്സിൽ നാരായണീയവും ഭാഗവതവും പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇതൊക്കെ വല്ലതും തലേ നിൽക്കുവോ? ഒന്നും നിൽക്കില്ല. അങ്ങനെ 82 വയസ്സിൽ ഇരുന്ന് പഠിച്ച ഒരാളിന്റെ അടുത്താണ് കാശിയിൽ വെച്ച് ശങ്കര ഭഗവത് പാദർ പറയണു, ഇതുകൊണ്ട് എന്താ പ്രയോജനം? അല്ലയോ മനുഷ്യ, ഡുഗറിഞ്ഞ കരണ, നീ വീണ്ടും വീണ്ടും ആ ഒരു സാൻസ്ക്രിറ്റിലെ ഗ്രാമർ പഠിച്ചിട്ട് നിന്റെ ഉള്ളിൽ നിൽക്കാൻ പോണില്ല. അതേസമയം ഈ ഒരു അമ്മയെ നിങ്ങൾക്ക് കിട്ടിയ മഹാവിദ്യയെ നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിച്ച് അതിലെ പുരസ്കരണങ്ങളൊക്കെ പൂർത്തീകരിച്ച് അവിടെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മണിദ്വീപത്തിലെത്താൻ, അവിടെ എന്റെ പരമ്പര എന്തൊക്കെ നിർദ്ദേശിച്ചു അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു ദിവസം, എന്റെ ജീവിതത്തിൽ എത്ര ദിവസമുണ്ട്, ആ ദിവസങ്ങളൊന്നും നമ്മൾ കൗണ്ട് ചെയ്യണ്ട. ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയ അമ്മയ്ക്ക് മനസ്സിലാവും, എന്നോടാണ്, കണ്ടില്ലേ എന്റെ മന്ത്രത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അവളത് ചെയ്യുന്നുണ്ട്. അമ്മ പിന്നെ ഉള്ള ദിവസങ്ങളെ കണക്കാക്കൂല. നമ്മുടെ എണ്ണവും അവിടെ ആരും നോക്കുന്നില്ല. നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മുടെ ശ്രദ്ധ, അത് മാത്രമാണ് അമ്മ നോക്കുന്നത്. ആ മഹാമന്ത്രം കിട്ടിയിട്ട് അതിനെ നിരസിച്ചുകൊണ്ട് ബാക്കിയുള്ളതിലൊക്കെ പോയത് കൊണ്ട് ഈ 100-ൽ 0 മാർക്ക് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അവിടെയാണ് നമ്മുടെ പരാജയം. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരിത്. അപ്പൊ അവിടെ ഞാൻ എന്നുള്ള ഈഗോയാണ്. അവിടെ ഗുരുപരമ്പരയ്ക്ക് പ്രാധാന്യമില്ല. അവിടെ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ. ഓക്കെ, നീ അങ്ങനെ ചെയ്തോ, കുറച്ച് ജന്മങ്ങളും കൂടെ എടുത്തോളൂ. അപ്പൊ ശ്രീവിദ്യ കിട്ടണമെന്നുണ്ടോ? ഇല്ല. ഈ ചെയ്ത പാപങ്ങളെല്ലാം കൂടെ അവിടെ കൗണ്ട് ചെയ്തിട്ട് ഇനി ശ്രീവിദ്യ ആരാ നമുക്ക് തരേണ്ടത്? ഈ അമ്മ. അപ്പൊ അമ്മയുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ നമുക്ക് എങ്ങനെയാ യോഗ്യത ഉണ്ടാവുക? നിനക്കൊരു ജന്മത്തിൽ ഞാൻ തന്നു, നീ പൂർത്തീകരിച്ചോ?
ഏത് കാര്യവും പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നമുക്കതിന്റെ സദ്ഫലങ്ങൾ കിട്ടുള്ളൂ. നമ്മൾ ഏത് കർമ്മം, ഇപ്പൊ MBBS പഠിച്ചു, 3 വർഷം പഠിച്ചാൽ ഡോക്ടർ ആവുമോ? എഞ്ചിനീയറിംഗ് പഠിച്ചു, 3 വർഷം പഠിച്ചു, അതിന്റെ യാതൊരു ട്രെയിനിങ്ങും ഇല്ല, അവനെ എഞ്ചിനീയർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഏത് സാധനം നമ്മൾ പഠിച്ചാലും പൂർത്തീകരിക്കണം. പൂർത്തീകരിക്കുമ്പോഴാണ് നിറവ്. പിന്നെ പൂർത്തീകരിക്കുന്നതും കഴിക്കാതിരിക്കുന്നതൊക്കെ പ്രകൃതിയുടെ നിയമം, നമ്മുടെ ആയുസിന്റെ ബലം. പക്ഷെ നമ്മുടെ ശ്രമം അവിടെ ഉണ്ടാവണം. അപ്പൊ എന്താ ഈ മഹാവിദ്യ നമുക്ക് പറഞ്ഞു തരുന്നത്? ആ സത്യത്തില് ഭഗവാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഈ യാത്ര എന്ന് പറയുന്നത് ഒരിടത്തുനിന്ന് ഒരിടത്തേക്കുള്ള യാത്രയല്ല, ഇത് അറിവിലൂടെയുള്ള ഒരു യാത്രയാണ്. അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഇത് കർമ്മരൂപമായിരിക്കുന്ന യാത്രയല്ല, ശരീരം കൊണ്ട് നടക്കേണ്ട ഒരു യാത്രയല്ല. അതിനാണ് കർമ്മരൂപം എന്ന് പറയുന്നത്. കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതല്ല. അപ്പൊ എന്താണ് ഇത്? ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് ഈ അജ്ഞാനത്തിൽ കിടക്കുന്ന നമ്മുടെ മനസ്സിനെ വെറുതെ ഒരിടത്തിരുന്ന് ഇത് കേട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അവിടത്തേക്ക് ഈശ്വരനിലേക്ക്, ആ ഈശ്വര പദത്തിലേക്ക് എത്ര എളുപ്പമാണ് നമ്മൾ ഇതിനെ ചിന്തിച്ചു കഴിഞ്ഞാല്, അല്ലെ? ഇതിനാണ് നമ്മൾ ഇത്രയും ക്ലേശിച്ചതെന്ന് തോന്നും, അല്ലെ? അപ്പൊ ഇത് കർമ്മരൂപമായിട്ടുള്ള യാത്രയല്ല, ജ്ഞാന രൂപത്തിലുള്ള ഒരു യാത്രയാണ്. അപ്പോ ഇവിടെ നമ്മളെ കേദാറിൽ പോണ്ട, കേദാർനാഥ്, കാശിയിലൊക്കെ പോയി, ഓക്കെ, നല്ല സ്ഥലങ്ങൾ, നമ്മുടെ ആ നല്ല കർമ്മങ്ങളെ അത് പ്രചോദിപ്പിക്കും. അവിടെ പോയി ഈശ്വരനുമായിട്ട് ചേരാം, അല്ലെങ്കിൽ നമുക്ക് കേദാർനാഥിൽ പോണം, ഉജ്ജയിനി പോണം, അങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈശ്വരനുമായിട്ട് ചേരാൻ പറ്റുള്ളൂ എന്നുള്ള ആ മിഥ്യാധാരണ നമ്മൾ ഇവിടെ ഉപേക്ഷിക്കണം. കാരണം അതൊക്കെ നമ്മുടെ എന്താ പറയാ സാധനയെ കൂടുതൽ സഹായിക്കും, തീർച്ചയായിട്ടും സഹായിക്കും, അല്ലെ? അപ്പൊ അവിടെ എന്താ ആ ഒരു മിഥ്യാധാരണ കളഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? ധ്യാനം ചെയ്ത് 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 ഈശ്വരനിൽ ലയിക്കാം. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധീയുടെ അയനം. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുദ്ധി അയനം എന്ന് പറഞ്ഞാൽ യാത്ര, അല്ലെ? രാമായണം, രാമന്റെ അയനം, രാമനിലേക്കുള്ള അയനം, രാമനിലേക്കുള്ള യാത്ര. അതുപോലെ ബുദ്ധിയുടെ അയനം എവിടത്തേക്കാ? ഭഗവാനിലോട്ട്, അല്ലെ? ഈശ്വരനിലോട്ടുള്ള അയനം. അപ്പൊ ആ ഈശ്വരനിലെ ധ്യാനം ചെയ്ത്, അല്ലാതെ ഇപ്പൊ അതിന് കേദാർനാഥിൽ ചെന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഗുരുവായൂർ ചെന്ന ആവശ്യമുണ്ടോ? 21 ദിവസം അവിടെ ഇരുന്ന് ഭജനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 21 ദിവസം ചുമ്മാ ഇരിക്കുന്നു അവിടെ, ഇല്ലേ? അവിടെ കുറച്ച് അടിപ്രദക്ഷിണമൊക്കെ വെച്ച് ആളുകളുടെ തള്ളുമൊക്കെ കൊണ്ട്, ഇല്ലേ? ക്യൂ നിന്ന് 1000 രൂപയുടെ ചീട്ടെടുത്ത് ഇടിച്ചു തള്ളി അകത്ത് കയറി ഒന്ന് നോക്കി ഇറങ്ങിപ്പോയി. ഇതാണോ ധ്യാനം? ഇത് നമുക്ക് ധ്യാനത്തിന് പറ്റുമോ? ഒന്ന് കാണാം ഭഗവാന്, അത് ഭഗവാന്റെ വിഗ്രഹം, വിശേഷേണ ആ ഗ്രഹിക്കാനുള്ള തത്വത്തെ വച്ചിരിക്കുന്ന വിഗ്രഹത്തെ കണ്ടിട്ട് ആ കണ്ണടയ്ക്കുമ്പോ എന്റെ ഉള്ളിലാണോ എന്ന് കണ്ടോളണം. നമ്മൾ നടയിലെത്തുമ്പോ കണ്ണടയ്ക്കും, ദീപാരാധനയ്ക്ക് കണ്ണടയ്ക്കും. എന്താ കാര്യം? ഓട്ടോമാറ്റിക്കലി എവിടെയാണ് ഈശ്വരൻ ഇരിക്കണമെന്ന് ശരീരത്തിന് അറിയാം, ബുദ്ധിക്ക് അറിയാം, മനസ്സിനറിയാം. എന്താ കണ്ണടയ്ക്കാൻ കാരണം? അകത്തിരിക്കുന്ന ഈശ്വരനെ കാണൂ. അതിനു വേണ്ടിയിട്ട് എന്താ കല്ലിൽ കൊത്തിയ ഒരു വിഗ്രഹം വെളിയിൽ വെച്ചിരിക്കണു, ഇത് മനസ്സിലാക്കൂ. ആ പഞ്ചോപചാര പൂജയാണ് അവിടെ നടക്കുന്നത്, അല്ലേ? നമ്മുടെ ആ ഭൂമി, ജല, അഗ്നി, ആകാശ, വായുക്കളെ അവിടെ സമർപ്പിക്കുമ്പോൾ ഞാൻ എന്നുള്ള എൻറ്റിറ്റി മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യത്തെ അവിടെ അമ്പലത്തിലും അതെ, നമ്മൾ ചെയ്യുന്ന പഞ്ചോപചാരം, ഷോഡശോപചാരം, ആ ചതുഷ്ഷഷ്ടി ഉപചാരം, ഇതിലെല്ലാം കാണിക്കുന്നത് നമ്മുടെ ആത്മാവെന്ന് പറയുന്ന ഈശ്വരൻ നമ്മുടെ കൂടെ തന്നെയാണ്. അതിന് ഏത് നാമരൂപങ്ങൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോ ഇത് കായിക കർമ്മം കൊണ്ടോ വാചിക കർമ്മം കൊണ്ടോ മാനസിക കർമ്മം കൊണ്ടോ കിട്ടേണ്ട ഒരു വസ്തുവല്ല. അന്ധകരണ ശുദ്ധി മാത്രം മതി. മനസ വാച കർമ്മണ എന്ന് നമ്മൾ പറയുന്ന ത്രികരണ ശുദ്ധി മാത്രം നമുക്ക് മതി. ഇത് ശുദ്ധമായിരുന്നില്ലെങ്കിൽ ഇത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഈശ്വരനുമായിട്ട് ചേരാൻ എന്താ വഴി? ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോണോ? വേണ്ട. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന വിഷ്ണു പരമം പദം എന്താണ്? വിഷ്ണു ആരാണ്? എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. എന്റെ വീട്ടിൽ വിഷ്ണു ഇല്ല, നിങ്ങളുടെ വീട്ടിലാണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ അത് പറ്റുമോ? എല്ലായിടത്തും നിറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? എല്ലായിടത്തും എവിടെയും എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ശക്തിയാണ് വിഷ്ണു. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അമ്മ വിഷ്ണു രൂപിണിയാണ്, അമ്മേ നാരായണ, അല്ലെ? അമ്മ ദേവിയുടെ, ശരിക്കും പറഞ്ഞാല് ദേവിയുടെ പുരുഷ രൂപമാണ് വിഷ്ണു, സ്ത്രീ രൂപമാണ് ലളിതാ ത്രിപുര സുന്ദരി. അതുകൊണ്ടാണ് ഗോപാലസുന്ദരി എന്ന് അമ്മയെ വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ കായിക വാചിക മാനസിക കർമ്മങ്ങളെ കൊണ്ട് ഒരിക്കലും നമുക്ക് ഈശ്വരനെ, ആ കർമ്മങ്ങൾക്കെല്ലാം കിട്ടുന്നത് ജഡങ്ങളാണ്. കർമ്മങ്ങൾക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ഈ ശരീരം കൊണ്ടോ നേടാൻ പറ്റാത്ത വസ്തുവിനെ നമ്മൾ എങ്ങനെ ഇതുകൊണ്ട് നേടും? അപ്പൊ നമ്മുടെ കായിക വാചിക മാനസിക കർമ്മങ്ങളെ കൊണ്ട് ലഭിക്കില്ല എന്ന് ആദ്യം നമ്മൾ ഉറപ്പിക്കുക. ഇതെല്ലാം കൺട്രോൾ ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ തേര്, കുതിരകള്, ബുദ്ധി, മനസ്സ് എല്ലാം നന്നായിട്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കണം, അല്ലെ? കാറിൽ ഓട്ടിക്കാൻ അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ കാറിനെ നിയന്ത്രിക്കാനാണ്, ഇല്ലേ? ആ ലക്ഷ്യസ്ഥാനത്ത് എത്താനാണ്. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരവും
ശരീരത്തിനകത്തിരിക്കുന്ന ആ ഒരു ബോഡി മൈൻഡ് ഇന്റലക്ട് കോംപ്ലക്സും നമുക്ക് ഈ ശരീരത്തെ നന്നായിട്ട് ഉപയോഗിക്കാനാണ്. ഇതെല്ലാം ചെയ്ത് നമുക്ക് ആ പരമാത്മ സ്വരൂപം എന്ന ജ്ഞാനം അതാണ് ലഭിക്കുന്നത്. കാരണം ഈശ്വരനെ ആദ്യമേ ലഭിച്ചവരാണ് നമ്മള്. പക്ഷെ ഈ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജ്ഞാനം എന്നാൽ എന്താ? ഞാൻ ഇപ്പോൾ ഇവിടെ ആനന്ദമായിട്ടാണ് ഇരിക്കുന്നത്. ദുഃഖം എന്ന് പറയുമ്പോഴും എന്റെ സ്വരൂപം എന്താണ്? ആനന്ദമാണ്.